1638 അല്പസമയത്തിനുള്ളിൽ ആലുവയിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ആലുവ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ആലുവയിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ആലുവയിൽ നിന്ന് തൃശ്ശൂർ വരെ 1638 പോയിട്ട് അവിടെ നിന്ന് പാസഞ്ചർ പിടിക്കാനാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ആലുവ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ആലുവ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3 ഞാൻ നിൽക്കുന്നത്. നമ്മുടെ വണ്ടി പോരും അണ്ടർ 7 പോകുന്നത്. ആകെ 1 മണിക്കൂറിന് കാര്യമില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ വണ്ടിക്ക് കയറാൻ. എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി വരുന്നുണ്ട്. നല്ല തിരക്ക് കയറാനുണ്ട്. ഡോർ സ്പേസ് കിട്ടുമായിരിക്കുന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. നോക്കാം. ഈ റോഡിൻ്റെ 37978 ആണല്ലോ. ബാക്കി ഞാൻ ട്രെയിനിൽ കയറിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോർ സ്പേസ് കിട്ടി. ഡോറിൽ നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ആലുവെന്ന് പുറപ്പെട്ടു. ഈ വണ്ടിക്ക് ഇഷ്ടംപോലെ സ്റ്റോപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് അങ്കമാലി സ്റ്റോപ്പുണ്ട്, ചാലക്കുടി സ്റ്റോപ്പുണ്ട്, ഇരിങ്ങാലക്കുട സ്റ്റോപ്പുണ്ട്, പിന്നെ തൃശ്ശൂർ. നമ്മളിപ്പോൾ അധികം താമസിച്ചത് നമ്മുടെ കേരള എക്സ്പ്രസ്, അതുപോലെ ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റി, വേണാട്, ഏറനാട്, ജനശതാബ്ദി എല്ലാത്തിനും ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചി എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ കുറേ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ലാൻഡ് ക്ലിയറിങ് നടക്കുന്നുണ്ട്, കേബിൾ ഡക്റ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ. ഈ കാണുന്നത് പുതിയ ഹോൾട്ട് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ആണോ എന്നൊരു സംശയം. കാര്യം കുറച്ച് വീതിക്ക് ചെയ്തിട്ടുണ്ട്.
ശബരിപാതയുടെ അലൈൻമെൻ്റാണ് കാണുന്നത്. നമ്മുടെ പുതിയ മന്ത്രിസഭയൊക്കെ വരികയാണ്. ഇനി പുതിയ മന്ത്രിസഭ വരുമ്പോൾ അവർ ഇതുമായിട്ട് എങ്ങനെ സഹകരിക്കുമെന്ന് അറിയില്ല. അവർ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്നായേനെ. ഇതുവഴിയാണ് ലൈൻ പോകുന്നത്. ഇവിടെ ട്രാക്കൊക്കെ ക്ലിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ ഫുൾ അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആയുധപടി എന്നോണം കാലടി വരെങ്കിലും ട്രെയിൻ ഓടിച്ചു തുടങ്ങണം. നമ്മൾ ജസ്റ്റ് അങ്കമാലി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ പോകുന്ന എല്ലാ സ്റ്റേഷൻസും ലെഫ്റ്റ് സൈഡിലാണോ. അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട എല്ലാം ലെഫ്റ്റ് സൈഡിലാണ്. നമുക്ക് റൈറ്റ് സൈഡിലെ ക്രോസിങ്സ് പിടിച്ച് പോകാം. നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ഈ അടഞ്ഞു കിടക്കുന്ന ഗേറ്റിന് കുറുകെ വന്നത്. അപ്പോൾ നമ്മൾ പോകുന്നവരെന്തായാലും ഗേറ്റ് തുറക്കാൻ പറ്റില്ല. അവർക്ക് ഒക്കെ സ്റ്റാർട്ടറായി. പച്ചയാണ്, കാരണം മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. ഇല്ല, തിരക്കുള്ള ഗേറ്റൊന്നുമില്ല. ആകെ 2 വണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. വേറെ വണ്ടികളൊന്നുമില്ല. ബാക്കിലൊരു കാറും കൂടെ ഉണ്ട്. 3 വണ്ടി, ഇത്രേ ഉള്ളൂ. പാലത്തിന് കുറുകെയൊക്കെയുള്ള പുത്തൻ ഗേഡേഴ്സും സ്ലീപ്പറൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം താമസിച്ചത് ഇതിനുള്ളൊരു ബ്ലോക്ക് ഉണ്ടാവും. കറുകുറ്റി കഴിയുമ്പോൾ നമുക്കൊരു ആംബർ കിട്ടി. സ്പീഡ് നല്ലോണം കുറഞ്ഞു. എനിക്കൊന്ന് ഫ്രണ്ടിലെ മെമോ ബ്ലോക്കുകൾ വരുന്നുണ്ടാവില്ല. നമ്മുടെ ട്രെയിനകത്ത് തിരക്കും കാണിച്ചതല്ലോ. അടിപൊളി തിരക്കാം. ഞാൻ വാതിൽക്കൽ തന്നെ നിൽക്കുക. ഏതാണ് വണ്ടി? ഈ റോഡിൽ
ഇപ്പോൾ ഏറനാട് പോയി തോന്നുന്നു. ഏറനാട് നമുക്ക് മിസ്സായി. ഏറനാട് നേരത്തെ പോയി തോന്നുന്നു. ഇതൊക്കെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഹട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഡിവൈൻ നഗർ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം അടുത്ത ചാലക്കുടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പ്രിയ കലാകാരൻ ശ്രീ കലാഭവൻ മണിയുടെ നാടായ ചാലക്കുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്.
അങ്ങനെ ഇരിങ്ങാലക്കുട നിന്ന് പുറപ്പെടുകയായി. നിങ്ങളിവിടെ സ്റ്റേഷനിൽ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 ഒരു കാറ്ററിംഗ് സ്റ്റോൾ വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2 സൈഡിലായിട്ട് പേ ആൻഡ് പാർക്ക് വന്നിട്ടുണ്ട്. കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇവിടെ ഇരിങ്ങാലക്കുടയിൽ. ജനശതാബ്ദി വരുന്നുണ്ട്. പതിവ് പോലെ വാക്ക് 4 ആണ്. ഈ ജനശതാബ്ദിക്ക് മെയ് മാസം അവസാനം വരെ LHB കോച്ച് കിട്ടുകയാണ്. മണലിപ്പുഴ. ഒല്ലൂർ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ. ഇത് വിവേക് എക്സ്പ്രസ്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തൃശ്ശൂരിലേക്ക് എത്തണം.
ഇവിടെ നമ്മളതിന് വണ്ടി ചേഞ്ച് ചെയ്തിട്ട് പാസഞ്ചറിലേക്ക് കയറും. ഇവിടെ ഇപ്പോൾ ഉടനെ ഏത് വണ്ടിയാണോ വരുന്നത്? നല്ല തിരക്കുണ്ടെന്നാലും കയറാൻ. പാലരുവിക്കുള്ള തിരക്കായിരിക്കണം മിക്കവാറും. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിയിരിക്കാം. നമുക്ക് തൃശ്ശൂർ ഇറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ പാസഞ്ചറിലേക്ക് കയറാം. നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചർ അത് പിടിച്ച് ഷൊർണൂർ പോയിട്ട് ഷൊർണൂരിൽ നമുക്ക് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചർ, അത് കോയമ്പത്തൂരിൽ നിന്നുള്ള പാസഞ്ചർ അതിനെ കയറിപ്പോകാം. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഫോണിൽ ട്രെയിൻ അങ്ങേ അറ്റത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട്. നമുക്ക് അന്നേരം പതുക്കെ അങ്ങോട്ട് പോകാം. ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്ന് കൊച്ചുവേളി തിരുവനന്തപുരം നോർത്തിലേക്കുള്ള ഗരീബ് രഥ് എക്സ്പ്രസ് ആണ് കയറി വരുന്നത്. ഇതും കൂടി പിടിച്ചിട്ട് നമ്മുടെ ട്രെയിനോട് പോകുന്ന നിൽക്കുകയായിരുന്നുണ്ട്. ഇപ്പോൾ ഇത്ര 30379 ആണല്ലോ, 37308. കോച്ചുകളൊക്കെ അത്യാവശ്യം പുത്തൻ കോച്ചുകളായിട്ടോ, പഴയ കോച്ചൊക്കെ മാറി. ഞാൻ പതുക്കെ നമ്മുടെ ട്രെയിനിലോട്ട് പോട്ടെ. നമ്മുടെ ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രാക്ക് ചാടി അങ്ങോട്ട് പോകാൻ നോക്കുക. നമ്മൾ ഇടയ്ക്ക് എവിടെയോ വെച്ച് നമ്മൾ എറണാകുളം പാലക്കാട് മെമുവിനെ ഓവർടേക്ക് ചെയ്തായിരുന്നു. എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്തെന്ന് അറിയില്ല. അതിപ്പോൾ നമ്മുടെ പുറകിലുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തും. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. ഈ റോഡിൻ്റെ 22031 ആണ് ലോക്കോ. ഇത് ഏകദേശം റെഗുലറായിട്ട് വാപ്പ് 1 ലിങ്കാണ്. നമുക്കിനി ഒരുപാട് പുറകിലല്ലാണ്ട് എവിടെയെങ്കിലും റൈറ്റ് സൈഡ് സീറ്റുള്ള കാര്യം പിടിക്കാം. റൈറ്റ് സൈഡ് വിൻഡോ സീറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ ആൾക്കാർ ഓൾറെഡി പിടിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ കോച്ചിൽ എനിക്കൊരു സീറ്റ് കിട്ടിയിട്ടോ. കറക്റ്റ് മെമ്മു കയറി വരുന്നു. ഞാൻ ഈ മെമ്മുവിന് വരണമെന്ന് വിചാരിച്ചതാണെന്ന് ശരിക്കും ആലോചന. മെമ്മു മിസ്സായിരുന്നു. അത് തിരക്കുണ്ടോ? മീൻവെള്ളപ്പം കൂടെ പാലരുവി എത്തി. 22669 നാഗ്പൂർ ആരക്കോണത്തിൻ്റെ പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ്. എനിക്കിതൊരു സ്റ്റാർട്ടർ ആയിട്ടില്ല. ഞാനിപ്പോൾ 5:37 5:38 നമ്മൾ തൃശ്ശൂരിന് പുറപ്പെട്ടിരിക്കുകയാണ്.
നമ്മളിപ്പോൾ കുറച്ച് നേരമായിട്ട് പൂങ്കുന്നം സ്റ്റേഷനിൽ കിടക്കുകയാണ്. എനിക്കൊന്നൊരു 5 മിനിറ്റോളമായി നമ്മളിവിടെ എത്തിയിട്ട്. സമയം ഇപ്പോൾ 5:52. കുറച്ച് നേരം കിടന്നിട്ട് ഇപ്പോൾ ഫൈനലി നമ്മൾ പൂങ്കുന്നത്തു നിന്ന് പുറപ്പെട്ടു. എന്തിനാണോ പിടിച്ചിട്ടത്? നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ ഏകദേശം വടക്കാഞ്ചേരി എത്തിയറായിട്ടുണ്ട്. ഇടയ്ക്ക് മുടവന്നത്ത് നിർത്തിയത് ഞാൻ ക്യാപ്ചർ ചെയ്തില്ലായിരുന്നു. നമ്മൾ ഏകദേശം വടക്കാഞ്ചേരി സ്റ്റേഷനിലോട്ട് കയറാൻ പോയത്. അപ്പോൾ ആദ്യം താമസിച്ച് നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിനെ ക്രോസ് ചെയ്യും. ഇതാ വരും നമ്മുടെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ മുള്ളൂർക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കെഡ്യൂൾഡ് ഹോൾട്ടാണ്. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ ഏകദേശം അവസാനിക്കാറായിട്ടോ. മുള്ളൂർക്കര എത്തി. ഇനിയിപ്പോൾ നമുക്ക് വള്ളത്തോൾനഗർ ഹോൾട്ട് ഉണ്ട്. വള്ളത്തോൾനഗർ ഹോൾട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഷൊർണൂരിലേക്ക് കയറും. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റോഡ് പാസഞ്ചറിനുള്ള യാത്രയ്ക്ക് ആക്സിഡൻറ്റ് സാധ്യത കുറവാണ്. കാര്യം അത് ഫുള്ള് കിട്ടത്തായിരിക്കും. അതായത് 7:10 പുറപ്പെടുന്നു. ഷൊർണൂർ ഡിപ്പാർച്ചർ എടുത്ത് നമുക്ക് നിർത്താം. ഇതാണ് മുള്ളൂർക്കര സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഭാരതപ്പുഴ പാലത്തിൻ്റെ സ്റ്റാറ്റസ് എന്തായാലും നോക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അവിടെ എത്തുമ്പോഴും വെളിച്ചം കാണുകയും നല്ല മഴക്കാറുണ്ടെന്ന്. മഴക്കാറുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മളതിന് എത്തുമ്പോഴേക്കും ഇരിക്കും. അപ്പോൾ സമയം 6:23 ആയിട്ടേ ഉള്ളൂ. നല്ല മഴക്കാറുണ്ട്.
പ്രശ്നമുണ്ട്, ക്യാമറ നേരെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സ്റ്റേഷനിലെ ലാസ്റ്റ് സ്റ്റേഷന് വള്ളത്തോൾ നഗറിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അധികം താമസിച്ചാൽ നമ്മുടെ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി ക്രോസ് ചെയ്യണം. കണ്ണൂർ യൂണിവേഴ്സിറ്റി വള്ളത്തോളില്ല, ഷൊർണൂർ ബി ക്യാമ്പിൽ എത്തിയിട്ട് നേരം കുറേ എന്നാണ് കാണിക്കുന്നത്. അടുത്ത വണ്ടി കയറി കൊണ്ടാണ് ഈ റോഡിൻ്റെ 22852 എയർപോർട്ട്. പുറകിലൊരു WDG4 ഉണ്ട്, 12438. അത് എറണാകുളത്തേക്ക് മെയിൻ്റനൻസിന് തിരിച്ചു വന്ന ലോപ്പാണ്. ഈ ട്രെയിനൊരു എറണാകുളം കണ്ണൂർ ട്രിപ്പ് കുറച്ചൊരു പ്ലാൻ ചെയ്യുന്നതാണ്. വേറെ നടപ്പിലായിട്ടില്ല. ഇൻ്റർസിറ്റി വേഗം വന്നതുകൊണ്ട് നമുക്കിവിടെ ബി ക്യാബിൻ ഹോം സിഗ്നലിൽ കിടക്കേണ്ടി വന്നില്ല. സ്ലോ ഡൗൺ ചെയ്ത് അടുത്തെത്തിയപ്പോഴേക്കും സിഗ്നൽ കിട്ടി, നമ്മൾ പാസ്സായി. അങ്ങനെ ഭാരതപ്പുഴ നടക്കുന്നു. ഇവിടുത്തെ വർക്ക് നിന്ന് കിടക്കാന്ന് തോന്നുന്നുണ്ടോ? വർക്ക് നിന്ന് കിടക്കാണ്. മിക്കവാറും പണിക്കാരൊക്കെ വോട്ടിടാൻ ബംഗാളിലോട്ട് പോയിട്ടുണ്ടാവും. പല സ്ഥലത്തും കൺസ്ട്രക്ഷൻ വർക്കുകൾ നിന്ന് കിടക്കുകയാണ്. കാര്യം പണിക്കാരില്ല. പണിക്കാരൊക്കെ മറ്റേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ആസാമിലും ബംഗാളിലൊക്കെ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ പണിക്കാരൊക്കെ നാട്ടിൽ പോയി നിന്നു. ഇവിടെ ഒരു പണി നടക്കുന്നില്ല, ഫുള്ള് നിന്ന് കിടക്കുകയാണ്. പുഴയാണെങ്കിൽ അത്യാവശ്യം വെള്ളവും പൊങ്ങിയിട്ടുണ്ട്. കാര്യം കുറച്ച് ദിവസം നല്ല മഴയുണ്ടല്ലോ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമ്പോഴേക്കും മൺസൂൺ സ്റ്റാർട്ടാവും. പിന്നെ ഈ വർക്ക് നടക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബി ക്യാബിനെത്തി. നമുക്കെന്നാൽ ഇനി ഷൊർണൂർ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. ഇവിടെയൊക്കെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇതെനിക്കൊന്ന് ലൈൻ ഡബിളിങ്ങിൻ്റെ വർക്കാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം കറക്റ്റ് അലൈൻമെൻറ്റ് ഷേപ്പിൽ അവർ ചെയ്തു വന്നിട്ടുണ്ട് 2 ലൈനിലോട്ടും. മറ്റേ പാലക്കാട് സൈഡിലെ ലൈനും ചെയ്തിട്ടുണ്ട്, ഷൊർണൂർ ലൈനും ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഡബിളിങ്ങിൻ്റെ ആയിരിക്കും ഇത്. ഈ വർക്ക് ഈ കൾവേർട്ട് വരെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൾവേർട്ടിന് അപ്പുറത്തോട്ടൊന്നും നടന്നിട്ടില്ലായിട്ട് തോന്നില്ല കണ്ടിട്ട്. കൾവേർട്ട് വരെയാണ് അവർ ക്ലീനിങ് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം എൻട്രി എടുക്കാൻ പറ്റിയില്ല, കാരണം ഡോറൊക്കെ ഓക്കുപ്പൈഡ് ആയിരുന്നു. പ്ലാറ്റ്ഫോം എൻട്രി എടുത്തില്ല. ഷൊർണൂരിന് പ്ലാറ്റ്ഫോം എൻട്രി എടുക്കാനൊന്നും ഇല്ലല്ലോ. നമ്മളങ്ങനെ ഷൊർണൂർ എത്തിയതിന് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് നമ്മൾ അടുത്ത വണ്ടി പോകും. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചർ. അത് 7:10 പോകും. ഇപ്പോൾ സമയം 6:41 ആയതേ ഉള്ളൂ. ഇനി നമുക്ക് അരമണിക്കൂർ കൂടി ഉണ്ട്. Train number 5661 from Shornur to Nilambur Road passenger will leave at right time 19 hours 10 minutes from platform number 1. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് കയറി വരുന്നത്. കറക്റ്റ് സമയമായി 7:10 പുറപ്പെടുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരുന്നത് കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചറാണ്. ഈ വണ്ടിയാണ് ഇവിടുന്ന് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ ആവുന്നത്. നല്ല മഞ്ഞുണ്ട്. 22953 റോഡിനാണ്. അപ്പോൾ വണ്ടി നിന്നിട്ട് വണ്ടിക്കകത്ത് എവിടെയെങ്കിലും ഒരു സീറ്റ് പിടിക്കട്ടെ. വിൻഡോ സീറ്റൊന്നും വേണമെന്നില്ല, കാര്യം എന്തായാലും ഇരട്ടത്തൊന്നും പിടിക്കാനില്ല. അങ്ങനെ കൃത്യസമയമായ 7:10 നമ്മൾ ഷൊർണൂരിന് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. വീണ്ടും റൈറ്റ് സൈഡിലുള്ള ഒരു സിംഗിൾ സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ ട്രെയിൻ വരുമ്പോൾ നല്ല ഇടിയാണ്. ആൾക്കാരൊക്കെ ചാടിക്കൂടി ഇടിച്ചു കൂട്ടി വണ്ടിക്കകത്ത് കയറും. പക്ഷേ ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഈ ഇടിച്ച് കയറുന്ന ആൾക്കാരൊക്കെ കയറി കഴിയുമ്പോൾ വണ്ടി മൊത്തം കാര്യം. ഈ വണ്ടിയിൽ സ്ഥിരം പരിപാടിയാണ്. ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന യാത്രക്കാർ ഏറെക്കുറെ മുഴുവൻ ഇവിടെ ഇറങ്ങും. വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ മുന്നോട്ടുണ്ടാവാറുള്ളൂ. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 AC വെയിറ്റിംഗ് ഹാള്. ഇപ്പോൾ സ്റ്റേഷൻ്റെ ലൈറ്റിംഗ് കാണുന്നില്ല, പുറത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയാണ് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജും എസ്കലേറ്ററും വരാൻ പോകുന്നത്. അവിടെ പഴയ ലിഫ്റ്റ് ഉണ്ട് ഇപ്പോഴും. പഴയ ഫുട് ഓവർ ബ്രിഡ്ജും പൊളിച്ചു വന്നു. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജും എസ്കലേറ്ററും വരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാണല്ലോ ഇവിടെ കുറേ പരസ്യം ചെയ്തിട്ടുണ്ട് സർവമായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിനി അങ്ങാടിപ്പുറത്തേക്കുള്ള ഭാഗം ഞാൻ ക്യാപ്ചർ ചെയ്യുന്നില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്കന്ന് ഈ വീഡിയോ വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ്, ഫീഡ്ബാക്കൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്താലും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലോങ് ഫോം വീഡിയോയിൽ വീണ്ടും കാണാം. അതിൻ്റെ താമസത്തിൽ ലോങ് വീഡിയോ വരുന്നതാണ്. അപ്പോൾ ലോങ് ഫോം വീഡിയോ നമുക്ക് വീണ്ടും കാണാം. So this is Vinay Shankar signing off from Platform 7. See you again in the next video. Until then, bye bye.